നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയന് മേൽ ആരോപിക്കപ്പെടുന്ന വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസാണ്. എന്നാൽ പിണറായിയെ ഇപ്പോൾ കൈവിട്ടിരിക്കുകയാണ് CPI. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ശാഖ തന്നെ പിണറായി എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയുള്ള ആരോപണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയുള്ള ആരോപണം പാർട്ടി വിഷയമല്ല എന്ന് തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നതോടുകൂടി കേരള രാഷ്ട്രീയം ശരിക്കും അതിനിർണായകമായ ചില നിമിഷങ്ങളിലൂടെ ചില കാഴ്ചകളിലൂടെ കടന്നു പോവുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ ചില സംഭവങ്ങൾ വാർത്തയാകുന്നതിൽ അവസാനിക്കില്ല. അവ ചോദ്യങ്ങളായി മാറും. ചില ചോദ്യങ്ങൾ പിന്നീട് രാഷ്ട്രീയത്തിന്റെ നെഞ്ചിൽ തന്നെ തറയ്ക്കും. CMRL എക്സാലോജി വിവാദവും ഇപ്പോൾ അത്തരമൊരു വഴിത്തിരിവിലാണ്. ഒരു വശത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ശക്തമാക്കുന്നു. പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വസതികളിൽ പരിശോധന നടക്കുന്നു. വീണ വിജയനെ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യുന്നു. മറുവശത്ത് CPM രാഷ്ട്രീയ പ്രതിരോധത്തിലേക്ക് കടക്കുന്നു. അതിനിടെ മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാന കക്ഷിയായ CPIയിൽ നിന്ന് തന്നെ വ്യത്യസ്ത സ്വരങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള CPI നേതാക്കളുടെ പ്രതികരണങ്ങൾ ഈ വിഷയത്തെ കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും വലിയ ചോദ്യം, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ വ്യക്തിപരമായി ബാധിക്കാത്ത, അദ്ദേഹത്തിനെതിരെ നേരിട്ട് ആരോപണം ഉന്നയിക്കാത്ത ഒരു വിഷയമാണെങ്കിൽ ആ നേതാവിനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും സംരക്ഷിക്കാൻ ഇത്ര വലിയ രാഷ്ട്രീയ വിശദീകരണ യോഗം എന്തിനാണ്? അതാണ് CPMനോട് കേരളം ചോദിക്കേണ്ട ചോദ്യം. വീണ വിജയനെതിരെ ആരോപിക്കപ്പെടുന്ന തെളിവുകൾ ED കണ്ടെത്തിയ ഒരു കേസിൽ എന്തിനാണ് കേരളത്തിൽ ഇത്രയും കാലമായി അടിവേരുകളുള്ള ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം, ഒരു വിശദീകരണ യോഗം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരെ എല്ലാം കൂട്ടിക്കൊണ്ട് നടത്തുന്നത്? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ ഒരു തരത്തിലും ബാധിക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിന്റെ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ പ്രത്യക്ഷമായി ആരോപിക്കപ്പെടുന്ന ഒരു വിഷയമല്ല. പിണറായി വിജയന്റെ മകൾക്കെതിരെ ആരോപിക്കപ്പെടുന്ന ഒരു വിഷയമാണെങ്കിൽ അതിനെ നിയമപരമായി ആ മകൾ നേരിടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി ആ മകളെ പിന്താങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ ആ മകൾക്ക് പരിഗണന കൊടുക്കണം എന്ന് പിണറായി എന്ന അച്ഛന് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഏറ്റവും മാന്യമായി പ്രതിപക്ഷ നേതാവിൻ്റെ കസേര വേണ്ട എന്ന് വെച്ചുകൊണ്ട് മകൾക്കൊപ്പം നിൽക്കുകയാണ്. ഇല്ലാതെ രണ്ട് വള്ളത്തിൽ കാലിട്ടുകൊണ്ടുള്ള ഈ പോക്ക് അത് പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഉചിതമാകില്ല. അത് കേരളത്തിലെ മനുഷ്യർ അംഗീകരിക്കുന്ന കാര്യവുമല്ല. പിണറായി വിജയൻ പറയുന്നത് തനിക്ക് എക്സാലോജിക്കിന്റെ ബിസിനസ്സിൽ പങ്കില്ല എന്നാണ്. വീണ വിജയന്റെ കമ്പനിയും CMRLും തമ്മിലുള്ള ഇടപാടുകൾ നിയമാനുസൃതമാണ് എന്നാണ് ഇതുവരെ ഉയർന്ന പ്രതിരോധം. അതുകൊണ്ട് തന്നെ അന്വേഷണം സ്വതന്ത്രമായി നടക്കട്ടെ എന്നൊരു ലളിതമായ നിലപാട് സ്വീകരിക്കാമായിരുന്നു. പക്ഷേ അതിനു പകരം പാർട്ടി മുഴുവൻ രാഷ്ട്രീയ പ്രതിരോധത്തിലേക്ക് ഇറങ്ങുന്നു. റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നു. കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗം എന്നാരോപിക്കുന്നു. പിണറായി വിജയനെ ലക്ഷ്യമിടുകയാണെന്ന് പറയുന്നു. CPIയും ഒരു ഘട്ടത്തിൽ റെയ്ഡിനെ രാഷ്ട്രീയ പ്രേരിതമെന്ന് വിമർശിച്ചിരുന്നു. ബിനോയ് വിശ്വം ED നടപടികൾ ഗൗരവമേറിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുവെന്നും കേന്ദ്ര ഏജൻസികളുടെ രാഷ്ട്രീയ ഉപയോഗത്തെക്കുറിച്ച് സംശയമുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇവിടെ രാഷ്ട്രീയവാദത്തിനപ്പുറം മറ്റൊരു ചോദ്യമുണ്ട്. അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണത്തെ നേരിടേണ്ടത് ആരാണ്? ആരോപണം നേരിടേണ്ടത് ആരുടെ പേരിലാണോ ആ വ്യക്തി. കമ്പനി സംബന്ധിച്ച ആരോപണമാണെങ്കിൽ കമ്പനി, വ്യക്തിപരമായ ഇടപാടുകളാണെങ്കിൽ ബന്ധപ്പെട്ട ആ വ്യക്തി. അപ്പോൾ എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി മുഴുവൻ പ്രതിരോധ കവചമായി മാറുന്നത്? ഇതാണ് CPMന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രതിസന്ധിയും CPI ഉയർത്തുന്ന ചോദ്യവും. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പഠിപ്പിച്ചത് ഉത്തരവാദിത്വമല്ലേ? കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പതിറ്റാണ്ടുകളായി ജനങ്ങളോട് പറഞ്ഞതെന്താണ്? അധികാരത്തിലിരിക്കുന്നവർ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളവരായിരിക്കണം. പൊതുജീവിതത്തിൽ സുതാര്യത വേണം. ആരോപണം ഉയർന്നാൽ അന്വേഷണം നേരിടണം. അധികാരത്തിന്റെ പേരിൽ നിയമത്തിന് മുന്നിൽ ആരും നിൽക്കരുത്. എന്നാൽ ഇന്ന് അതേ രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടുന്ന പാർട്ടി ഒരു അന്വേഷണത്തെ നേരിടുന്നതിന് പകരം ആദ്യം രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. അതുകൊണ്ടാണ് ചോദ്യം കൂടുതൽ ശക്തമാകുന്നത്. ഇത് പിണറായി വിജയനെ സംരക്ഷിക്കാനുള്ള യോഗമാണോ അതോ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായ സംരക്ഷിക്കാനുള്ള യോഗമാണോ? ഇനി പിണറായി വിജയനെ സംരക്ഷിക്കാനുള്ള ഒരു യോഗമാണ് നടത്തുന്നതെങ്കിൽ പിണറായി വിജയനെതിരെ പ്രത്യക്ഷമായി ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണമായിരിക്കണം. ഇനി അതല്ല, പിണറായിയുടെ കുടുംബത്തെ മുഴുവൻ സംരക്ഷിക്കാമെന്നൊരു ഉത്തരവാദിത്വം പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ പിണറായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയേണ്ടി വരും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വ്യക്തിപൂജ ഉണ്ട് എന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാം പരസ്യമായി സമ്മതിക്കേണ്ടി വരും. പിണറായി എന്നൊരൊറ്റ മനുഷ്യന് വേണ്ടി ആ പാർട്ടി അടിമുടി മാറി എന്ന് സമ്മതിക്കേണ്ടി വരും. പിണറായിയുടെ ധാർഷ്ട്യത്തിന് മുന്നിൽ ഓരോ നേതാക്കളും ഓച്ചാനിച്ച് നിൽക്കുന്ന കാലമായി എന്ന് സമ്മതിക്കേണ്ടി വരും. ഇത്രയും കാലം കേരളം മുഴുവൻ ആരോപിച്ച ഭരണവിരുദ്ധ വികാരം ഉൾക്കൊണ്ട ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന സകല വസ്തുതകളും ശരിയാണ് എന്ന് ഓരോ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും പൊതുജനങ്ങളോട് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. പിണറായി വിജയൻ വ്യക്തിപരമായി കുറ്റക്കാരനാണെന്ന് ഒരു അന്വേഷണ ഏജൻസിയുടെയും അന്തിമ കണ്ടെത്തലിന് മുൻപ് പറയുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ബന്ധമില്ല എന്ന രാഷ്ട്രീയ മുദ്രാവാക്യം വിളിച്ചതുകൊണ്ട് അന്വേഷണം അവസാനിക്കുകയുമില്ല. നിയമത്തിന്റെ വഴി വേറെ, രാഷ്ട്രീയത്തിന്റെ വഴി വേറെ. ഇതാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ബോധം. വീണ വിജയന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം എവിടെ?
CMR എക്സാലോജിക് ഇടപാടുകളാണ് അന്വേഷണത്തിന്റെ കേന്ദ്രത്തിൽ. എക്സാലോജിക് എന്ന കമ്പനി വീണ വിജയനുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഇടപാടുകളെക്കുറിച്ച് SFIO അടക്കമുള്ള ഏജൻസികൾ മുൻപും അന്വേഷണം നടത്തിയിട്ടുണ്ട്. ED ഇപ്പോൾ സാമ്പത്തിക ഇടപാടുകളുടെ കൂടുതൽ തലത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. വീണ വിജയനെ ചോദ്യം ചെയ്തതിനുള്ള നടപടികളും തുടരുന്നു. അപ്പോൾ സ്വാഭാവികമായ ചോദ്യം, വീണ വിജയൻ നിയമപരമായ അന്വേഷണം നേരിടട്ടെ, അതിലെന്താണ് പ്രശ്നം എന്നുള്ളതാണ്. അവർ കുറ്റക്കാരിയാണെന്ന് ആരും മുൻകൂട്ടി വിധിയെഴുതുന്നില്ല. പക്ഷേ അവർ നിരപരാധിയാണെങ്കിൽ അന്വേഷണത്തിലൂടെ തെളിയിക്കേണ്ട ബാധ്യതയില്ലേ? അതുതന്നെയാണ് ജനാധിപത്യപരമായ ഏറ്റവും ശക്തമായ പ്രതിരോധം. അന്വേഷണത്തെ നേരിട്ട് രേഖകൾ നൽകി ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക, നിയമപരമായ എല്ലാ അവകാശങ്ങളും ഉപയോഗിക്കുക. അതിനുശേഷം കുറ്റമില്ല എന്ന് തെളിഞ്ഞാൽ അതിനെ രാഷ്ട്രീയമായി ആഘോഷിക്കാം. പക്ഷേ അന്വേഷണം നടക്കുന്നതിന് മുൻപേ പാർട്ടിയെ മുഴുവൻ പ്രതിരോധത്തിൽ ഇറക്കുന്നത് സംശയങ്ങൾ ഇല്ലാതാക്കുന്നതിനു പകരം പലപ്പോഴും സംശയങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് CPIക്കും ഇപ്പോൾ ഉണ്ടായ പ്രശ്നം. എന്തിനാണ് പിണറായി വിജയന് നേരെ നടക്കുന്ന അല്ലെങ്കിൽ പിണറായി വിജയന് വേണ്ടി പാർട്ടി ഒരുക്കുന്ന പ്രതിരോധത്തിന് എന്തിന് അറിഞ്ഞുകൊണ്ട് CPI കൂടി ഈ സമ്മർദ്ദം അനുഭവിക്കണം എന്നൊരു തരത്തിലേക്ക് അവർ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം 2 തട്ടായി വിഭജിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഏക കാരണം പിണറായി വിജയൻ എന്നൊരൊറ്റ വ്യക്തി. കേരളത്തിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ ഭരണം നഷ്ടപ്പെട്ടു പോകാൻ തന്നെ പിണറായി വിജയൻ എന്നൊരൊറ്റ വ്യക്തിയാണ് കാരണമെന്ന് പാർട്ടി തലത്തിലും അണികൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും പരക്കെ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തെ വീണ്ടും പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരുത്തിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ് കേരളത്തിലുള്ളത്. അതേ നേതാക്കന്മാരാണ് ഇപ്പോൾ പിണറായിക്കും കുടുംബത്തിനും വേണ്ടി ഇത്രയേറെ കോലാഹലം കേരളത്തിൽ സൃഷ്ടിക്കുന്നത്. അപ്പോൾ മറ്റ് പാർട്ടി നേതാക്കന്മാരും അണികളുമൊക്കെ മണ്ടന്മാരാണോ? അവരെന്തിനാണ് ഈ പാർട്ടിയെ അനുസരിച്ച് പാർട്ടിയുടെ മൂല്യങ്ങളിൽ വിശ്വസിച്ച് നിൽക്കുന്നത്? എല്ലാവരെയും മണ്ടന്മാരാക്കിക്കൊണ്ട് ഒരൊറ്റ നേതാവിന് അല്ലെങ്കിൽ ആ നേതാവിന് ഓശാരം പാടുന്നവർക്ക് മാത്രം വളരാൻ തരത്തിൽ പാർട്ടിയെ പരിപോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയേണ്ടത്. ഇവിടെയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ അധ്യായം ഓർമ്മ വരുന്നത്. കേരള CPMന്റെ ചരിത്രത്തിൽ ഇതിനു മുൻപും സമാനമായ ഒരു രാഷ്ട്രീയ പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ED കേസിൽ അറസ്റ്റിലായപ്പോൾ കോടിയേരി CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയായിരുന്നു. പാർട്ടി ഔദ്യോഗികമായി ആരോഗ്യപരമായ കാരണങ്ങളാണ് മുന്നോട്ട് വെച്ചത്. എന്നാൽ ആ സമയത്ത് പാർട്ടിക്കുള്ളിൽ തന്നെ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമായിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ കോടിയേരിയോട് ചോദിച്ചത് മകനെതിരായ ആരോപണങ്ങൾ അച്ഛനായ കോടിയേരിയുടെ വ്യക്തിപരമായ കുറ്റമാണോ എന്നായിരുന്നു. അല്ല. പക്ഷേ പൊതുജീവിതത്തിൽ ഉയർന്ന രാഷ്ട്രീയ പ്രതിച്ഛായയുടെ പേരിൽ പാർട്ടി നേതൃത്വം ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന വാദമുയർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ചോദ്യം, അന്ന് ബാധകമായിരുന്ന രാഷ്ട്രീയ ധാർമ്മികത ഇന്ന് എന്തുകൊണ്ട് ബാധകമല്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് പിണറായിക്ക് മാത്രം ബാധകമല്ല? കോടിയേരിയുടെ മകനെതിരായ കേസ് അച്ഛന്റെ വ്യക്തിപരമായ കുറ്റമല്ലായിരുന്നു. ഇന്നത്തെ CMR എക്സാലോജിക് വിഷയവും പിണറായി വിജയന്റെ വ്യക്തിപരമായ കുറ്റമാണെന്ന് അന്വേഷണത്തിന്റെ അന്തിമ ഫലം വരുന്നതിന് മുൻപ് പറയുന്നില്ല. പക്ഷേ അന്നും ചോദ്യം കുറ്റം ചെയ്തോ എന്നതിൽ ഒതുങ്ങിയിരുന്നില്ല. പൊതുജീവിതത്തിലെ രാഷ്ട്രീയ ഉത്തരവാദിത്വം എവിടെയാണ് എന്നതായിരുന്നു. അതാണ് ഇന്ന് വീണ്ടും ഉയരുന്നത്. ഒരു കുടുംബം നന്നാക്കാൻ കഴിയാത്ത ഒരു ഗൃഹനാഥന് എങ്ങനെയാണ് ഒരു സംസ്ഥാനം നന്നാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ പൊതുജനങ്ങളെ നന്നാക്കാൻ കഴിയുന്നത്? ഒരു കുടുംബത്തിനെതിരെ ഇത്രയും ശക്തമായ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു മകൾക്കെതിരെ ഇത്രയും ശക്തമായ തെളിവുകളോടുകൂടി ഒരു അന്വേഷണ സംഘം, അതും കേന്ദ്ര അന്വേഷണ സംഘം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ മകൾക്കൊപ്പം അച്ഛൻ തന്നെ നിൽക്കണം. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയേറെ പ്രഗത്ഭനായ, കേരള രാഷ്ട്രത്തിൽ ഇത്രയേറെ അറിയപ്പെടുന്ന, 10 വർഷം കേരള മുഖ്യമന്ത്രിയായിരുന്ന, നിലവിലെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരു വ്യക്തി വളരെ സുതാര്യമായി താനും തന്റെ മകളും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയിക്കേണ്ട ബാധ്യതയുണ്ട്. അതേസമയം രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി അണികളെ കൊണ്ട് പ്രതിരോധം സൃഷ്ടിക്കുന്നത്, അണികളെ അഴിച്ചുവിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ കടുപ്പിക്കുന്നത് ശരിയായ കാര്യമാണോ എന്ന് പിണറായിയും പാർട്ടിയും ഇരുത്തി ചിന്തിക്കേണ്ടതുണ്ട്. CPIയുടെ നിലപാട് ഇപ്പോൾ എന്താണ് പറയുന്നത് എന്നത് കൂടി പരിശോധിക്കാം. ഇടത് മുന്നണിയിലെ ഈ വിഷയത്തെ ആഭ്യന്തര രാഷ്ട്രീയവും ശ്രദ്ധേയമാണ്. CPI നേതാക്കൾ ED റെയ്ഡിനെ രാഷ്ട്രീയ പ്രേരിതമെന്ന് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. CPM ഈ വിഷയത്തെ പൂർണ്ണമായും രാഷ്ട്രീയ ആക്രമണമായി അവതരിപ്പിക്കുന്ന രീതിയോട് അതേ സ്വരത്തിൽ എല്ലായ്പ്പോഴും എന്നാൽ അവർ പ്രതികരിക്കുന്നില്ല. ഇപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം തന്നെ അന്വേഷണത്തെയും അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെയും കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നതായി. ഇത് മുന്നണിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസത്തിന്റെ സൂചനയാണ്. അങ്ങനെയെങ്കിൽ അതും രാഷ്ട്രീയമായി പ്രധാനപ്പെട്ടതല്ലേ? കാരണം CPIയും CPMും ഒരേ മുന്നണിയിലാണ്. എന്നാൽ ഒരേ മുന്നണിയിലാണെന്ന് എല്ലാ വിഷയത്തിലും ഒരേ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണം എന്നതിന്റെ അർത്ഥമല്ല. ഇവിടെയാണ് പിണറായി വിജയനും CPMും കൂടുതൽ വ്യക്തമായ മറുപടി നൽകേണ്ടത്. അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ തെളിവുകളോടെ അത് നേരിടുക, അന്വേഷണം നിയമപരമാണെങ്കിൽ അത് നേരിടുക. രണ്ടായാലും ഉത്തരമുണ്ടാകേണ്ടത് രേഖകളിലൂടെയാണ്, മുദ്രാവാക്യങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ രാജിവെച്ച് പുറത്തു പോകാൻ കഴിഞ്ഞില്ല എങ്കിലും പൊതുജനങ്ങളോട് കൃത്യമായി തെളിവുകൾ സഹിതം
ഇതിലെന്താണ് സംഭവിച്ചത് എന്ന്, അല്ലെങ്കിൽ സ്വന്തം മകളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത അച്ഛനായ പിണറായി വിജയന് ഉണ്ട്.